ഹലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. അതിൽ നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലോജനേഷൻ എന്ന് പറഞ്ഞ് 3 ടോപ്പിക്സ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ അതിൻ്റെ തന്നെ വേറൊരു അനദർ എക്സാമ്പിൾ ആയിട്ടുള്ള ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. അതായത് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ വേറൊരു എക്സാമ്പിളായ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ചാൾസ് ഫ്രീഡൽ ആൻഡ് ജെയിംസ് ക്രാഫ്റ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഓഫ് അരീൻസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കൈൽ അരീൻസ് ആൻഡ് സെക്കൻഡ് വൺ അസൈൽ അരീൻസ്. These reactions are called ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അതായത് ഇവിടെ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് 2 ടൈപ്പ് റിയാക്ഷനാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്ന് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും ഉണ്ട്, രണ്ടാമത്തത് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷനും ഉണ്ട്. അപ്പോൾ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് പറയുന്നത് ആൽക്കൈൽ അരീൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൽ അരീൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതായത് ആൽക്കൈൽ അരീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ലൈക്ക് CH3 അല്ലെങ്കിൽ CH2 CH3 അതായത് മീഥൈൽ ഈഥൈൽ ഗ്രൂപ്പൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നതെങ്കിൽ ആൽക്കൈൽ അരീൻസ് ആണ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് ഈ അരീൻസിനോട് ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള എന്താണ് റിയാക്ഷൻ. രണ്ടാമത്തത് അസൈൽ അരീൻസ് ആണ്. അസൈൽ അരീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, നമുക്ക് ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ എന്തുണ്ടാകും, ഒരു C ഡബിൾ ബോണ്ടോ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പ്രിപ്പറേഷൻ. അപ്പോൾ അതിനെ പറയുന്നതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ആദ്യത്തതിന് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നത് ആൽക്കൈൽ അരീൻസും അസൈൽ ഗ്രൂപ്പ് വരുന്നത് അസൈൽ അരീൻസും ആണ്. അപ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് ഫ്രീഡലും അതുപോലെ തന്നെ ജെയിംസ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞ 2 സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അവർ 2 സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നമുക്കിതുപോലെ എന്താണ് ഈ ഒരു ആൽക്കൈൽ അരീൻസിൻ്റെ അതുപോലെ തന്നെ അസൈൽ അരീൻസിൻ്റെയും പ്രിപ്പറേഷന് വേണ്ടി നമുക്ക് കൊണ്ടുവന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ആൽക്കൈൽ അരീൻസ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം, അതിൻ്റെ റിയാക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ മെക്കാനിസവും. അപ്പോൾ ഫസ്റ്റ് വൺ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. അതായത് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൽക്കൈൽ അരീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്നൊന്ന് നോക്കാം. Benzene reacts with an alkyl halide in the presence of anhydrous aluminum chloride to yield the corresponding alkyl benzene. അപ്പോൾ ഇവിടെ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മീഥൈൽ ക്ലോറൈഡ് അതുപോലെ തന്നെ മീഥൈൽ ബ്രോമൈഡ് മീഥൈൽ അയോഡൈഡിനെയൊക്കെയാണ്. അതായത് എങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്, അതായത് ഇവിടെ ബെൻസീന് ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഇവിടെ എക്സ് എന്ന് കൊടുത്തത് ഹാലൈഡാണ്, അതായത് ക്ലോറിൻ, ഫ്ലൂറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറയുന്ന ഹാലൈഡിനെയാണ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. അത് CH3 ആകാം, CH3 CH2 ആകാം, ഏതും ആകാം. അപ്പോൾ ഈ ബെൻസീന് ഒരു ആൽക്കൈൽ ഹാലൈഡുമായിട്ട് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യാണ്. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഇവിടെയുള്ള ഈ 6 എന്ന് പറഞ്ഞാൽ ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ റിങ് വിത്ത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആൽക്കൈൽ ബെൻസീൻ. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് അതിന് എന്ത് കിട്ടും, ഹൈഡ്രജൻ ഹാലൈഡിനെയും കിട്ടും. അപ്പോൾ ഇതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആൽക്കൈൽ ഹാലൈഡായിട്ട് മെജോറിറ്റി റിയാക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മീഥൈൽ ക്ലോറൈഡിനെ യൂസ് ചെയ്യുന്നുണ്ട്, മീഥൈൽ ബ്രോമൈഡ്, മീഥൈൽ അയോഡൈഡ്. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ആൽക്കൈൽ ഹാലൈഡ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു എക്സാമ്പിൾ അത് റിയാക്ഷൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ എന്താണ്, ബെൻസീന് ഒരു ആൽക്കൈൽ ഹാലൈഡായിട്ടുള്ള മീഥൈൽ ക്ലോറൈഡുമായിട്ട് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്കവിടെ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ഒരു CH3 ഗ്രൂപ്പ്, അതായത് ഈ CH3 ഗ്രൂപ്പ് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് വരും. അതായത് നമുക്കിവിടെ കിട്ടുന്നത് ടോളിനാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ആൽക്കൈൽ അരീൻസ് ആണ്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പും ഉണ്ട്, അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അരീന, അതായത് ബെൻസീൻ, അതായത് നമ്മൾ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിന് നമ്മൾ എന്ത് വിളിക്കും, അരീൻസ് എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ എന്താണ്, ഇതൊരു അരീനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ആൽക്കൈൽ അരീൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിനിവിടെ ഒരു കോമൺ നെയിം ഉണ്ട്, എന്താണ്, ടോളിൻ. പിന്നെ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടുന്നു. അതായത് നമ്മളിവിടെ HX എന്ന് കൊടുത്തത് അതെന്താ, ഹൈഡ്രജൻ്റെ കൂടെ എക്സ് എന്ന് പറഞ്ഞത് ക്ലോറിൻ ആവാം, അയഡിൻ ആവാം, ബ്രോമിൻ ആവാം,
ഡിപ്പെൻസ് അപ്പോൺ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എന്താണ് ആൽക്കൈൽ ഹാലൈഡാണ് എടുക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടാണ്. അതായത് ഇവിടെ മീഥൈൽ ബ്രോമൈഡ് ആണ് നമ്മൾ എടുത്തതെങ്കിൽ ഇവിടെ HBr ആണ് വരിക. ഇനി മീഥൈൽ അയോഡൈഡ് ആണ് ഇവിടെ എടുത്തതെങ്കിൽ നമുക്ക് HI വരും. അത് ഡിപ്പെൻസ് അപ്പോൺ വിച്ച് കൈൻഡ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്സ് വി ആർ ടേക്കിംഗ്. ആൻഡ് ദ സെക്കൻഡ് എക്സാമ്പിൾ ഈസ് എന്താണ് ബെൻസീൻ ഒരു ഈഥൈൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതും എന്താണ് ഒരു ആൽക്കൈൽ ഹാലൈഡാണ്. അപ്പോൾ ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് CH3CH2 ആണ്. അപ്പോൾ ഇത് ബെൻസീനുമായിട്ട് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ CH2CH3 ഈ അരൈൽ ഗ്രൂപ്പിൻ്റെ മോൾ വന്ന് അറ്റാച്ച് ചെയ്യും. അതായത് ഈ ആൽക്കൈൽ ഈ അരീൻ്റെ മോൾ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു ആൽക്കൈൽ അരീന് കിട്ടി അല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പ് അരീൻ്റെ മോൾ വന്ന് ചേർന്ന് നമുക്കൊരു ആൽക്കൈൽ അരീൻസ് കിട്ടി. അതായത് ബെൻസീൻ റിങ് വിത്ത് CH2CH3, അതായത് ഈഥൈൽ ബെൻസീൻ എന്ന് നമുക്കതിനെ വിളിക്കാം. പ്ലസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ഒരു HCl കിട്ടി. ആൻഡ് വൺ മോർ എക്സാമ്പിൾ ഈസ് ബെൻസീൻ ഒരു ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡുമായിട്ട് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഇതെന്താണ്? ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്. അപ്പോൾ ഈ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങോട്ട് വരുന്നു? ഈ അരീൻ്റെ മോളേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐസോപ്രൊപ്പൈൽ ബെൻസീന് കിട്ടും പ്രോഡക്റ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ്? ബെൻസീൻ റിങ് വിത്ത് CH3CH3 കണ്ടോ? ബെൻസീൻ റിങ് വിത്ത് CH3 കണ്ടോ? ഇവിടെയും CH3. അപ്പോൾ ഈ Cl എന്താണ്? എക്സ്പെൽ ചെയ്ത് പോകും. അതായത് ഇതെന്താണ്? ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഐസോപ്രൊപ്പൈൽ ബെൻസീന് ആണ് നമ്മൾ ഇവിടുത്തെ ആൽക്കൈൽ അരീൻസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിന് ഓൾസോ നമുക്ക് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ക്യൂമീൻ എന്നും ഇതിനെ വിളിക്കാം. അപ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് HCl കിട്ടി. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, വേറൊരു കാര്യം പറയുന്നത്, നമുക്ക് ഈ എന്താണ് ഇവിടെ പിന്നെ അലൂമിനിയം ക്ലോറൈഡിന് പകരം നമുക്കിവിടെ BF3യും FeCl3 ഒക്കെ യൂസ് ചെയ്യാം. അതായത് ഇൻസ്റ്റെഡ് ഓഫ് അലൂമിനിയം ക്ലോറൈഡ് നമുക്ക് അതായത് അലൂമിനിയം ക്ലോറൈഡിന് പകരം നമുക്ക് BF3യും FeCl3 എല്ലാം ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷന് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ റിയാക്ടിവിറ്റി വളരെ കുറവായിരിക്കും ആ ഒരു കേസിൽ. അപ്പോൾ നമ്മളെപ്പോഴും റിയാക്ടിവിറ്റി കൂടുതലാണ് ഇതിന് പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ AlCl3 എടുക്കുന്നത്. അത് കുറച്ചുകൂടി റിയാക്റ്റീവാണ്, മോർ റിയാക്റ്റീവ് ആയതുകൊണ്ടാണ് ഈ റിയാക്ഷനിൽ നമ്മൾ അലൂമിനിയം ക്ലോറൈഡിനെ എടുക്കുന്നത്. ഇതല്ലാതെ നമുക്ക് റിയാക്ഷൻ ലൂവിസ് ആസിഡ് ആയിട്ടുള്ള BF3ൻ്റെ FeCl3ൻ്റെ എല്ലാം കേസിൽ പോസിബിൾ ആണ്. പക്ഷേങ്കിൽ റിയാക്ടിവിറ്റി കുറവായതുകൊണ്ട് നമ്മൾ മെജോറിറ്റി റിയാക്ഷനിലും റിയാക്ടിവിറ്റി കൂടുതലായ അലൂമിനിയം ക്ലോറൈഡിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ്റെ ഒരു മെക്കാനിസമാണ് നമ്മൾ നോക്കുന്നത്. അതായത് കഴിഞ്ഞ നമ്മൾ എന്താണ് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ മെക്കാനിസം ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യണം. പിന്നെയുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് ആ ജനറേറ്റ് ചെയ്ത ഇലക്ട്രോഫൈൽ അരീനെ അതായത് ബെൻസീൻ റിങ്ങിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവിടെ നമുക്കൊരു സിഗ്മ കോംപ്ലക്സ് അല്ലെങ്കിൽ കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. പിന്നെ ഉള്ളത് ആ കാർബോ കാറ്റയോണിൽ പ്രസൻ്റ് ആയിട്ടുള്ള പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ ഇതും സെയിം റിയാക്ഷൻ തന്നെയാണ് ഈ മെക്കാനിസം. ബിക്കോസ് ഇതും എന്താണ് ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇവിടെ നമ്മൾ ഒരു ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ സ്റ്റെപ്പ് 1. അപ്പോൾ വി ക്യാൻ ഗോ വിത്ത് ദ മെക്കാനിസം. അപ്പോൾ സ്റ്റെപ്പ് 1 എന്താണ്? ജനറേഷൻ ഓഫ് ഇലക്ട്രോഫൈൽ. നമ്മൾ ഫസ്റ്റ് ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ്? ആൽക്കൈൽ ഹാലൈഡ് റിയാക്ട്സ് വിത്ത് N-hydrous aluminum chloride to yield a carbocation which acts as the electrophile. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കയ്യിൽ നമ്മൾ റിയാക്ഷനിൽ എടുക്കുന്ന ആൽക്കൈൽ ഹാലൈഡ് ഉണ്ടല്ലോ, ആ ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എന്താണ് കാറ്റലിസ്റ്റ് ആയിട്ടുള്ള അലൂമിനിയം ക്ലോറൈഡുമായിട്ട് ഒരു ഫാസ്റ്റ് സ്റ്റെപ്പിൽ റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതെന്താണ്? നമുക്കറിയാം ഇത് AlCl3 ആണല്ലോ. അപ്പോൾ AlCl3 ഇതുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താകും? ഇവിടെ അലൂമിനിയം എന്താണ്? ഒരു മെറ്റലാണല്ലോ. അപ്പോൾ ഇവിടെ എന്താ? ഈ Cl- എന്താകും? നേരെ ഇങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഇവിടെ എന്തായി? 6 എന്നുള്ളതിന് ഒരു പോസിറ്റീവ് ചാർജ് വന്ന്, കാരണം ഇവിടെയുള്ള ഇലക്ട്രോൺസ് ആണല്ലോ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്താ? ഇവിടെ R+ കിട്ടി, അതുപോലെ തന്നെ AlCl4- കിട്ടി. അപ്പോൾ ഈ R+ ആണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ എന്താണ് അരീനെ അതായത് ബെൻസീൻ റിങ്ങിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഈ AlCl4ൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് ഈ പ്രോട്ടോണിനെ അതായത് സിഗ്മ കോംപ്ലക്സ് എന്ന് ഈ പ്രോട്ടോണിനെ റിമൂവ് ചെയ്യാനാണ് ഈ AlCl4- നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യണേ പിന്നീട്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി എന്താണ്? നമ്മുടെ ഇലക്ട്രോഫൈൽ ആൽക്കൈൽ കാറ്റയോൺ ഇവിടെ ഫോം ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോഫൈൽ ആരെ പോയിട്ട് അറ്റാക്ക് ചെയ്യണം? ബെൻസീൻ റിങ് അതായത് ഇലക്ട്രോൺ റിച്ചായ ബെൻസീൻ റിങ്ങിനെ പോയിട്ട്
മോള് അറ്റാച്ച് ചെയ്യും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് നോക്കാം. എന്താണ് സ്റ്റെപ്പ് 2? ഫോർമേഷൻ ഓഫ് ദ അറീനിയം അയോൺ. അതായത് അറീനിയം അയോണിൻ്റെ ഫോർമേഷൻ, അതായത് കാർബോകാറ്റയോൺ അല്ലെങ്കിൽ സിഗ്മ കോംപ്ലക്സ് എന്ന് വിളിക്കാം, കാർബോകാറ്റയോൺ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ അറീനിയം അയോൺ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതിനെ ഫോം ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതിനെ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇലക്ട്രോഫൈൽ വേണം. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോഫൈൽ തന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ ഒരു ബെൻസീനെ തന്നിട്ടുണ്ട്. ഒരു സ്ലോ സ്റ്റെപ്പിൽ അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഈ ഇലക്ട്രോഫൈൽ എങ്ങനെ ബെൻസീനുമായിട്ട് റിയാക്ട് ചെയ്യും? അതായത് ബെൻസീൻ ഹൈലി ഇലക്ട്രോൺ റിച്ച് ആണ്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ മൂപ്പര് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ ഈ ഇലക്ട്രോൺ റിച്ച് ആയ ആൾക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ റിച്ച് ആയ ആൾ ഈ ഇലക്ട്രോഫൈലിനെ അങ്ങ് മൂപ്പരുടെ അടുത്തേക്ക് അങ്ങ് ഒരു മൂവ് ചെയ്യും. അങ്ങനെ ഇവിടെ നമുക്ക് എന്താണ്? ഒരു സിഗ്മ കോംപ്ലക്സ് ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ആ കാർബോകാറ്റയോണിൻ്റെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചറാണിത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ബെൻസീൻ റിങ്ങിൻ്റെ മോൾ ഓൾറെഡി ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടാവുമല്ലോ. ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലേസിൽ ഇവിടെയാണ് ഇത് വന്നിട്ട് എന്ത് ചെയ്യുന്നത്? അതായത് ഇലക്ട്രോഫൈൽ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതായത് ഇപ്പോൾ ഹൈഡ്രജൻ, അതായത് ബെൻസീൻ റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ എന്തുണ്ട്? ബെൻസീൻ റിങ്ങിന് 6 ഈക്വൽ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഹൈഡ്രജൻ്റെ അടുത്ത് ഒരു ഇലക്ട്രോഫൈൽ വന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരാൾ പുറമേ നിന്ന് വരുന്ന സമയത്ത് അവിടെയുള്ള ആളങ്ങ് മാറിപ്പോകുന്നുണ്ട്. അവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് വരുന്ന ആൾ. അപ്പോൾ ഒരു സ്ലോ സ്റ്റെപ്പിൽ റിയാക്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി? ഇവിടെ എച്ചിൻ്റെ കൂടെ തന്നെ ഇവിടെ എന്താണ്? അതേ സ്ഥലത്ത് നമുക്കൊരു ഇലക്ട്രോഫൈലും ഇവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു ഓൾറെഡി, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ റെസൊണൻസ് ഹൈബ്രിഡ്. ഇതാണ് നമ്മുടെ കാർബോകാറ്റയോൺ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു റേറ്റ് ഡിറ്റർമൈനിങ് പ്രോസസ്സാണിത്. ഇനി തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? ഹൈഡ്രജൻ പ്രസൻ്റ് ആയിട്ടുണ്ടല്ലോ. ഈ പ്രോട്ടോൺ ഈ ഹൈഡ്രജനെ ലോസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ എന്താണ്? തേർഡ് സ്റ്റെപ്പിൽ ലോസ് ഓഫ് എ പ്രോട്ടോൺ ഫ്രം ദ സിഗ്മ കോംപ്ലക്സ്. അതായത് ഇതാണ് സിഗ്മ കോംപ്ലക്സ്. അപ്പോൾ ഈ സിഗ്മ കോംപ്ലക്സ് എന്ന് പ്രോട്ടോണിനെ ലോസ് ചെയ്യുക, അതായത് ഈ പ്രോട്ടോണിനെ ലോസ് ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോട്ടോണിനെ ലോസ് ചെയ്യാനാണ് ഞാൻ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞത് Al4- യൂസ് ചെയ്യുന്നത്, ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷൻ കാണാനാകും. Al4- നമ്മൾ എടുക്കുന്നു. എന്തിന്? അതായത് നമ്മുടെ സിഗ്മ കോംപ്ലക്സിലുള്ള ഈ ഹൈഡ്രജനെ, ഈ പ്രോട്ടോനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ഫാസ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ എന്തായി? ഇവിടെ ബെൻസീന് 2 കൊമ്പൊക്കെ ഉണ്ട്. ഇതൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് അങ്ങ് ഹൈഡ് ചെയ്ത് കളയാം നിങ്ങൾ. ഓക്കെ, അപ്പോൾ എന്തായി? ഇവിടെ ഇങ്ങനെ റിയാക്ഷൻ നടക്കുന്നു. അതായത് Al4- എന്ത് ചെയ്യുന്നു? നേരെ പോയിട്ട് ഈ പ്രോട്ടോണിനെ മൂപ്പരുടെ അടുത്തേക്ക് ഇങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അങ്ങനെയാകുന്ന സമയത്ത് ഒരു ഫാസ്റ്റിൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഈ ഹൈഡ്രജന ഈ Al4 അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ 6 മാത്രമേ ഉള്ളൂ. അതായത് നമ്മളുടെ ആൽക്കൈൽ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് പ്രസൻ്റ് ആയി. അപ്പോൾ നമുക്ക് ആൽക്കൈൽ ബെൻസീൻ കിട്ടി. അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? അതായത് ഇവിടുന്ന് പോയ ഈ എച്ചും ഈ Cl കൂടി, ഇവിടെയുള്ള Cl കൂടി നമുക്ക് HX ഹൈഡ്രജൻ ഹാലൈഡ് ഫോം ചെയ്ത് പ്ലസ് അതിൻ്റെ കൂടെ എന്തായി ബൈ പ്രോഡക്റ്റായിട്ട് നമുക്ക് AlCl3 ഫോം ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് ദ റിയാക്ഷൻ ഓഫ് എന്താണ്? ആൽക്കൈൽ അരീൻസ് ഫോം ചെയ്യാനുള്ള റിയാക്ഷനാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. ഇനി നമ്മുടെ അടുത്ത റിയാക്ഷനാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അതായത് അസൈൽ അരീൻസിന് പ്രിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമ്മളൊരു മെത്തേഡാണ് ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അപ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ എന്ന് നോക്കാം. ബെൻസീൻ റിയാക്ട്സ് വിത്ത് ആൻ അസൈൽ ഹാലൈഡ് ഓർ ആസിഡ് എൻഹൈഡ്രേറ്റ്. അതായത് അസൈൽ ഹാലൈഡിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ആസിഡ് എൻഹൈഡ്രേറ്റ്. അതായത് RC+Cl ഇതാണ് അസൈൽ ഹാലൈഡ് എന്ന് പറയുന്നത്. അതായത് ഒരു C+O അവിടെ ഉണ്ടാകും. ഇവിടെ എന്തായിരിക്കും? ഇവിടെ CH3O ഏത് ഗ്രൂപ്പും ആവാം. അതായത് ആറിൻ്റെ ഇൻസ്റ്റഡായിട്ട് നമുക്ക് ഇവിടെ എന്താണ് വരുന്നത്? ഇത് ജനറൽ റിയാക്ഷനാണ്. നിങ്ങൾക്ക് അടുത്ത റിയാക്ഷനിലേക്ക് പോകുമ്പോൾ ഇത് മനസ്സിലാകും. CH3 CH2 ആകാം, CH3 ആകാം, ഏതുമാകാം ഈ 6. അപ്പോൾ എന്ത് ചെയ്യാണ്? ഈ ബെൻസീൻ, അതായത് ബെൻസീന് ഇങ്ങനത്തെ ഒരു അസൈൽ ഹാലൈഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഇത് അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അസൈൽ ബെൻസീൻ ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് എന്ത്? ഫ്രിഡൽ-ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ. അതായത് അസൈൽ അരീൻസ്, അസൈൽ ബെൻസീൻ ഓർ എന്താണ് ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അസൈൽ
അരീൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. ആ നെയിമിൽ തന്നെ അതുണ്ട്, അതായത് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണല്ലോ. അപ്പോൾ ഇതാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. അങ്ങനെയാണെങ്കിൽ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ്റെ കുറച്ച് എക്സാമ്പിളിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വൺ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ബെൻസീൻ. ബെൻസീൻ്റെ കൂടെ എന്താണ് ഒരു അസൈൽ ഹാലൈഡായ അസറ്റൈൽ ക്ലോറൈഡാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. അസറ്റൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത് CH3C ഡബിൾ ബോണ്ടോ Cl, അല്ലെങ്കിൽ നമുക്ക് CH3COCl എന്നും എഴുതാം അല്ലേ. അപ്പോൾ അതിനെ നമ്മളൊരു 80 ഡിഗ്രി സെൽഷ്യസിൽ അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാണ്. അങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഈ Cl ഒഴിവാക്കി C ഡബിൾ ബോണ്ടോ COCH3 ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അതാണ് അതിൻ്റെ പ്രോഡക്റ്റ്, അതായത് നമ്മൾ എന്താണ് അസൈൽ അരീൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. അപ്പോൾ എന്തായി ബെൻസീൻ റിങ് വിത്ത് COCH3, അതായത് അതിനെ ഞാൻ ഒന്നുകൂടി മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് CO എന്ന് പറയുന്നത് എന്താണ് C ഡബിൾ ബോണ്ടോ CH3, ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് HCl കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ അസറ്റോഫീനോൺ. ഇനി അടുത്ത റിയാക്ഷനാണ് ബെൻസീൻ എന്തുമായിട്ട്, അതായത് അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബെൻസീൻ അസറ്റിക് അൻഹൈഡ്രൈഡുമായിട്ട് ഈ സെയിം ഡിഗ്രി സെൽഷ്യസിൽ, അതായത് 80 ഡിഗ്രി സെൽഷ്യസിൽ അലൂമിനിയം ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ C ഡബിൾ ബോണ്ടോ CH3 ഈ C ഡബിൾ ബോണ്ടോ CH3 ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ വന്ന് അറ്റാച്ച്ഡ് ആകും, അതായത് അസൈൽ അരീനായിട്ട് മാറും. അപ്പോൾ നമുക്ക് അസറ്റോഫീനോൺ കിട്ടി. ഇതാണ് നമ്മളുടെ അസൈൽ അരീൻ. പ്ലസ് അതിൻ്റെ കൂടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, അസറ്റിക് ആസിഡാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ജനറൽ റിയാക്ഷൻ, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ്റെ ഒരു ജനറൽ റിയാക്ഷൻ. ഇനി അടുത്ത് നമ്മൾ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ്റെ മെക്കാനിസത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷനിലും ഇലക്ട്രോഫൈലിനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മൾ എന്ത് ചെയ്തു, ഇലക്ട്രോഫൈലിനെ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് പറയുന്നത്. പക്ഷേ ഇത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ആൽക്കൈൽ അരീൻസിൻ്റെ പ്രിപ്പറേഷൻ പോലെയല്ല, ഇത് കുറച്ച് വ്യത്യാസമുണ്ട്. അസൈൽ chloride or acid anhydride react with anhydrous aluminum chloride to yield അസൈലിയം അയോൺ. അസൈലിയം അയോൺ എന്ന് പറയുന്നത് RCO+ ആണ്. ഇതുവരെ R+, CH3+ ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ C ഡബിൾ ബോണ്ട് O വരുന്നത് കൊണ്ട് RCO+ ആണ്. അതായത് നമ്മൾ റിയാക്ഷൻ അല്ലാതെ ജനറൽ അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ Rന് പകരം CH3 ഗ്രൂപ്പൊക്കെയാണ് വരിക. അപ്പോൾ അസൈലീനിയം അയോൺ വിച്ച് ആക്ട് ആസ് ദ ഇലക്ട്രോഫൈൽ. അപ്പോൾ RCO+ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. ഇനി റിയാക്ഷനിലേക്ക് പോവാം. അങ്ങനെ ആകുമ്പോൾ RC ഡബിൾ ബോണ്ടോ Cl ഇതാണ് നമ്മളുടെ അസൈൽ ക്ലോറൈഡ്. നേരത്തെ ആൽക്കൈൽ ഹാലൈഡ് അലൂമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ അസൈൽ ക്ലോറൈഡ് അലൂമിനിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കിവിടെ എന്താണ് AlCl4- കിട്ടുന്നു. അതുപോലെ തന്നെ കാർബോകാറ്റയോണിൻ്റെ ഒരു റെസനൻസ് സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചർ ഉണ്ട്. അതായത് നമ്മൾ കാർബോകാറ്റയോൺ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് 2 ആണ്. അതായത് ഇവിടെ നമുക്ക് ഒരു ബേസിനെ അബ്സ്ട്രാക്ട് ചെയ്യാനുള്ള AlCl4- കിട്ടി. അതുപോലെ തന്നെ കാർബോകാറ്റയോണിൻ്റെ റെസനൻസ് സ്റ്റെബിലൈസേഷൻ സ്ട്രക്ചറും കിട്ടി. അപ്പോൾ ഈ RC ഡബിൾ ബോണ്ട് O+ ഇതാണ് ഇനി ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ ബെൻസീൻ റിങ്ങുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 2 ഏതാണ്, സ്റ്റെപ്പ് 2 ഫോർമേഷൻ ഓഫ് ദ അറീനിയം അയോൺ, അതായത് സിഗ്മ കോംപ്ലക്സിൻ്റെ ഫോർമേഷനാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് നോക്കാം, ദ കാർബോകാറ്റയോൺ RCO+ അറ്റാക്സ് ബെൻസീൻ ടു ഫോം അറീനിയം അയോൺ വിച്ച് ഇസ് സ്റ്റെബിലൈസ്ഡ് ബൈ റെസനൻസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, നേരത്തെ ഇലക്ട്രോഫൈൽ പോലെ തന്നെ ഇതാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ RCO+. അപ്പോൾ ഈ RCO+ നമ്മുടെ ബെൻസീൻ റിങ്ങിനെ അരീനെ ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ അതൊരു സ്ലോ സ്റ്റെപ്പ് റിയാക്ഷനാണ്. അപ്പോൾ ഈ RC ഡബിൾ ബോണ്ട് O+ ബെൻസീനായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ ആകുന്നേരം എന്ത് ചെയ്യുന്നുണ്ട്, ഈ RC ഡബിൾ ബോണ്ട് O ഈ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ബിക്കോസ് ദിസ് ബെൻസീൻ ഈസ് ഹൈലി ഇലക്ട്രോൺ റിച്ച് ആണ്. അങ്ങനെ നമുക്കിവിടെ ഒരു സിഗ്മ കോംപ്ലക്സ് കിട്ടുന്നു, അതായത് ഒരു റെസനൻസ് സ്റ്റെബിലൈസ്ഡ് സ്ട്രക്ചർ കിട്ടുന്നു. അങ്ങനെ ഇതാണ് അതിൻ്റെ റെസനൻസ് ഹൈബ്രിഡ്. ഇനി നമ്മൾ ഈ പ്രോട്ടോൺ ഇവിടുന്ന് റിമൂവ് ചെയ്യണം. അത് നമ്മളിവിടെ ഫോം ചെയ്യിച്ച AlCl4- യൂസ് ചെയ്തിട്ടാണ് ആ H+ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 3 എന്താണ്, ലോസ് ഓഫ് എ പ്രോട്ടോൺ ഫ്രം ദ സിഗ്മ കോംപ്ലക്സ്. ഈ സിഗ്മ കോംപ്ലക്സിൽ നിന്ന് ഈ പ്രോട്ടോൺ ലോസ് ചെയ്യാണ് അടുത്ത സ്റ്റെപ്പ്. എന്ത് വെച്ചിട്ടാണ് നമ്മൾ ലോസ് ചെയ്യുന്നത്, AlCl4- വെച്ചിട്ട്.
ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്ത AlCl4-. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ കാർബോകാറ്റയോണിൻ്റെ മുകളിൽ പ്രോട്ടോൺ എബ്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. അതൊരു ഫാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അത് എബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്ത് കിട്ടി, ബെൻസീൻ റിങ് വിത്ത് C++O(R)ആയി. അതായത് ഇങ്ങനെ ആകുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ബോണ്ട് ഇതെങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി, അസൈൽ ബെൻസീന് കിട്ടി. അതാണ് നമ്മളുടെ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ ആണല്ലോ. അപ്പോൾ നമുക്ക് അസൈൽ അരീന് കിട്ടി. അസൈൽ അരീനായിട്ട് നമുക്ക് അസൈൽ ബെൻസീനെ കിട്ടി, പ്ലസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് HCl-നെയും കിട്ടി. അതുപോലെ തന്നെ AlCl3 അലൂമിനിയം ക്ലോറൈഡും കിട്ടി. അപ്പോൾ ഇത്രയാണ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആൻഡ് ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൻഡ് ഈസി ആയിട്ടുള്ള ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ഇത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.